ഈ ഇടയ്ക്ക് ഒരു പേഷ്യന്റിനെ നമ്മുടെ എമർജൻസി റൂമിൽ കൊണ്ടുവരുന്നുണ്ടായി. ആള് കുറേ പേര് കൂടി തപ്പിക്കൂട്ടി കൊണ്ടുവന്ന ഒരു പേഷ്യൻ്റാണ്, ഒരു അബോധാവസ്ഥയിൽ. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കും, ബ്ലഡ് ഷുഗർ വളരെ കുറവ്. അപ്പോൾ നമ്മൾ 25% ഡെക്സ്ട്രോസ് ഒക്കെ കൊടുത്ത് IV കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം ബോധം വന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ്, പുള്ളി ഒരു പ്രമേഹ രോഗിയാണ്, പുള്ളിയുടെ ആ ഉച്ചഭക്ഷണം പുള്ളി സ്കിപ്പ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരാൻ കാരണം. ഈ കാലത്ത് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയോട് ഭക്ഷണം കഴിക്കരുതെന്ന് ഒരിക്കലും ഒരു ഡോക്ടർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഏത് ഡോക്ടറാണോ അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തമാശ. ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ഈ പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കെയർ ടീമിനെ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് പുള്ളിയുടെ ചികിത്സ മുഴുവൻ അത് ഡയഗ്നോസിസ് തൊട്ട് പുള്ളി തന്നെ ഗ്ലൂക്കോമീറ്ററിൽ ഷുഗർ നോക്കി, ആൻഡ് പുള്ളി വാല്യൂസ് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തു, ആൻഡ് പുള്ളി തന്നെ സ്ഥിരീകരിച്ചു പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന്. എന്നിട്ട് പുള്ളി തന്നെ മരുന്നും ഇൻ്റർനെറ്റ് വഴി പുള്ളി തേടി കണ്ടുപിടിച്ച് പുള്ളി മരുന്ന് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ ഡോക്ടറായ ഗൂഗിൾ ഡോക്ടറാണ്. അപ്പോൾ കുറച്ച് വൈകിയാൽ പുള്ളി ചിലപ്പോൾ എന്ത് അത്യാഹിതം വരെ സംഭവിച്ചേനെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗൂഗിൾ ഡോക്ടേഴ്സും ഇതിനൊക്കെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിവിയർ ഹൈപ്പോഗ്ലൈസിമിയാണ് ഈ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇങ്ങനൊരു ഹൈപ്പോഗ്ലൈസിമിയ മരണം വരെ സംഭവിപ്പിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ ടീം, കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ കാണുകയും അവരുടെ നിർദ്ദേശം എടുക്കുകയും അത് കറക്റ്റായിട്ട് പാലിക്കുകയും തന്നെയാണ് ഉചിതം.